മണ്ണിനടിയിൽ കുടുങ്ങി അർജുനായുള്ള തെരച്ചിൽ 6ാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ഈ ഞായറാഴ്ചയിൽ. അപകട സ്ഥലത്ത് ഡ്രില്ലിംഗ് പ്രവൃത്തികൾ രാവിലെ തന്നെ ആരംഭിച്ചു എന്നാണ് ഞങ്ങളുടെ പ്രതിനിധികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മുടെ വാർത്താ സംഘം അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രക്ഷാദൗത്യത്തിനായിട്ട് സൈന്യം എത്തിച്ചേരുമെന്നുള്ളതാണ്. ഇദ്ദേഹത്തിൻ്റെ കുടുംബം ആവശ്യപ്പെട്ടതുപോലെ പ്രധാനമന്ത്രിക്ക് അവർ കത്തയച്ചിരുന്നു. സൈന്യമാണ് ഇതിൻ്റെ തെരച്ചിലിൻ്റെ ചുമതല ഏറ്റെടുക്കേണ്ടതെന്ന് അസന്നിഗ്ധമായി അവർ പറയുകയുണ്ടായി. എന്തായാലും ഇന്ന് രക്ഷാദൗത്യം സൈന്യം ഏറ്റെടുക്കുന്നു എന്ന വാർത്തയാണ് അവിടെ നിന്ന് വരുന്നത്. ബെൽഗോവയിൽ നിന്നുള്ള സൈനികരാണ് ഷിരൂരിലേക്ക് എത്തിച്ചേരുന്നത്. റഡാർ പരിശോധനയിൽ സിഗ്നൽ കണ്ടെത്തിയ ശേഷം ആ ഭാഗം കേന്ദ്രീകരിച്ചാണ് ഇനി തെരച്ചിൽ നടത്താൻ പോകുന്നത്. ഒരു മെറ്റലിൻ്റെ സാന്നിധ്യം ഈ റഡാർ പരിശോധനയിൽ കണ്ടെത്തിയെന്നാണ് രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ പറയുന്നത്. അപകട സമയത്തുണ്ടായിരുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ ISRO രക്ഷാദൗത്യ സേനയ്ക്ക് കൈമാറുമെന്ന് അറിയുന്നു. NDRF സംഘവും ഇപ്പോൾ സംഭവ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. മലയാളി രക്ഷാപ്രവർത്തകരും ദൗത്യ സംഘത്തിൻ്റെ ഭാഗമാണിപ്പോൾ. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇന്ന് അപകട സ്ഥലം സന്ദർശിക്കുമെന്ന വാർത്തയുമുണ്ട്. ഷിരൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പയും അതുപോലെ നമ്മുടെ മറ്റൊരു വാർത്താ സംഘത്തെ നയിക്കുന്ന അരുൺ പാറക്കലും നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം അരുൺ പൂപ്പറമ്പയിലേക്ക്. സിഗ്നൽ കിട്ടിയതല്ല വിശദാംശങ്ങളുമായി ആരാണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ചത്? അരുൺ, ഗുഡ് മോർണിംഗ്, പറയൂ. കേരളത്തിൽ നിന്നുള്ള മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ് അവർ. കഴിഞ്ഞ കേരളത്തിൽ നിന്ന് നിയോഗിച്ച സംഘമാണ് അവർ. കഴിഞ്ഞ 2 ദിവസമായി നിലവിൽ ഇവിടെ അപകട സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അവരാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ വാഹനം കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ അപകട സ്ഥലത്ത് നിന്ന് ഈ കാര്യങ്ങൾ നിരീക്ഷിക്കുകയും പരിശോധിച്ച് വിവരങ്ങൾ കേരള മോട്ടോർ വാഹന വകുപ്പിന് ഉൾപ്പെടെ അറിയിക്കുകയും ചെയ്യുന്നത്. എന്തായാലും SKN സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഈ രക്ഷാപ്രവർത്തനത്തിലേറെ നിർണായകമായിട്ടുള്ള ഒരു ദിവസമാണ് എന്നുള്ളതാണ് ഏറ്റവും ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത്. കാരണം ഇന്ന് ഈ അർജുൻ്റെ കുടുംബം ആവശ്യപ്പെട്ടതുപോലെ ഈ സൈന്യം രക്ഷാപ്രവർത്തനത്തിൽ ഇറങ്ങുന്നു എന്നുള്ളത് ഇതിൽ നമുക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നൊരു ഘടകമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടത് ഈ രക്ഷാപ്രവർത്തനം ഏറെ ദുഷ്കരമായിരുന്നു. ഇന്നലെ രാത്രിയും ശക്തമായ മഴയുണ്ടായിരുന്നു. നിലവിലെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ രക്ഷാപ്രവർത്തനത്തിൽ എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷ നമുക്കാർക്കുമില്ല. അതുകൊണ്ട് തന്നെ ഈ സൈന്യം എത്തി അവർ നമുക്കറിയുന്നത് പോലെ തന്നെ ഈ ഇത്തരം ദുരന്ത മേഖലകളിൽ നേരത്തെ തന്നെ ഇടപെട്ടിട്ടുള്ള അല്ലെങ്കിൽ ആ മേഖലയിൽ കാര്യമായ ഇടപെടൽ നടത്തിയിട്ടുള്ള സംഘമാണ്, പ്രത്യേക സംഘമാണ്. അവർ ബെലഗാവിയിൽ നിന്നുള്ള സംഘം ഇപ്പോൾ 10 മണിയോടെ, രാവിലെ 10 മണിയോടെ ഇവിടെ എത്തിച്ചേരും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം അവർ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കും. നിലവിൽ NDRFിൻ്റെയും SDRFിൻ്റെയും ഈ ഫയർഫോഴ്സിൻ്റെയും പോലീസ് സംഘം ഉൾപ്പെടെ അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ മണ്ണു നീക്കുന്ന നടപടികളാണ് ആരംഭിച്ചിട്ടുള്ളത്. സൈന്യം എത്തിയാലായിരിക്കും ഇന്നത്തെ യഥാർത്ഥ രക്ഷാപ്രവർത്തനം. അവരെ സംബന്ധിച്ച് അവർക്കൊരു പ്ലാൻ ഉണ്ടാകും. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു റെസ്ക്യൂ പ്ലാൻ എന്തായാലും ഉണ്ടാകും. അത് തന്നെയാണ് നമ്മുടെ എന്തായാലും ഒരു പ്രതീക്ഷ ഉള്ളത്. ഇന്നത്തെ സംബന്ധിച്ച് നമുക്ക് പ്രധാനമായും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഘടകം ഇന്നലെ വൈകിട്ട് ഈ റഡാർ പരിശോധനയിൽ ഒരു സിഗ്നൽ നമുക്ക് കണ്ടെത്തിയിരുന്നു. ആ സിഗ്നൽ ഇന്നലെ ഈ മലയാളി രക്ഷാപ്രവർത്തകർ ഉൾപ്പെടെ പറഞ്ഞത് ആ സിഗ്നലിൽ അല്പം കൂടി പ്രതീക്ഷയുണ്ട്. കാരണം അതിലൊരു മെറ്റൽ കണ്ടന്റിന്റെ ഭാഗമുണ്ട് എന്ന തരത്തിലാണ്. എന്നാൽ ആ സിഗ്നൽ കണ്ടെത്തിയ ആ സ്ഥലത്ത് ചളി വലിയ ഉയരത്തിൽ മൂടിക്കിടക്കുകയാണ്. അതുകൊണ്ട് ആ ചളി ആദ്യം നീക്കം ചെയ്താൽ മാത്രമേ കൃത്യമായി ഈ ലോറിയുടെ കണ്ടന്റ് ഉണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടാകൂ. ഇന്നലെ പോലും റഡാർ ഈ സാങ്കേതിക വിദഗ്ധർക്ക് ഇത് കൃത്യമായി മോണിറ്റർ ചെയ്ത് അതിലൊരു ക്ലാരിറ്റി വരുത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് രാവിലെ സൈന്യം എത്തുന്നതിന് മുമ്പ് തന്നെ ആ ഭാഗത്തുള്ള മണ്ണ്, ആ ചളിയും മണ്ണും നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഇവിടെ ഇന്നലത്തെ പോലെ തന്നെ മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ നിലവിൽ അങ്ങോട്ട് പ്രവേശനം അനുവദിക്കുന്നില്ല. ഇവിടെ ബാരിക്കേഡ് കെട്ടി ഈ അപകട സ്ഥലത്തിന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഇപ്പുറം നമ്മളെ നിർത്തിയിരിക്കുകയാണ്. ഈ രക്ഷാ ദൗത്യ സംഘത്തിന് മാത്രമാണ് അങ്ങോട്ട് നിലവിൽ പ്രവേശനമുള്ളത്. നമ്മൾ കേരളത്തിൽ നിന്ന് വന്ന മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരെ പോലും നിലവിൽ ഇപ്പോൾ എന്തായാലും കടത്തിവിട്ടിട്ടില്ല. അവരുടെ അതായത് NDRF SDRF സംഘം ആണ് നിലവിൽ ഈ രക്ഷാപ്രവർത്തനത്തിൽ എന്തായാലും നിലവിൽ അവിടെ ഇത് ആരംഭിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ മണ്ണ് നീക്കം ചെയ്യുന്ന നടപടിയിലേക്കാണ് നിലവിൽ എന്തായാലും
പോകുന്നത്. SK ഇന്ന് എന്തായാലും പ്രതീക്ഷയുണ്ട്. സൈന്യം ഏകദേശം ഒരു 10 മണിയോടെ എത്തിച്ചേരും എന്ന പ്രതീക്ഷ തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ബലഗാവിയിൽ നിന്നുള്ള ഇത്തരം ഈ ദുരന്ത മുഖങ്ങളിൽ നേരത്തെയും രക്ഷാപ്രവർത്തനത്തിൽ ഇടപെട്ടിട്ടുള്ള സംഘമാണ്, പ്രത്യേക സംഘമാണ് ഇവിടേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് ഏറെ പ്രതീക്ഷ നൽകും. ഇന്നലെ ലഭിച്ച സിഗ്നൽ അവിടെ മണ്ണ് നീക്കം ചെയ്തുള്ള നടപടികൾ ഇതിന് ആരംഭിച്ചിട്ടുണ്ട്. സൈന്യം എത്തിക്കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തനം പൂർണ്ണമായും സൈന്യം ഏറ്റെടുക്കും. SK അരുൺ ഭൂപ്പറമ്പയാണ് ഷിരൂരിൽ നമുക്കൊപ്പം ചേർന്ന്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ ഈ തെരച്ചിൽ നടത്തുന്ന സ്ഥലത്തേക്ക് മാധ്യമപ്രവർത്തകരെ ആരെയും പ്രവേശിപ്പിക്കുന്നില്ല. 1 കിലോമീറ്റർ അകലെ മാത്രമേ മാധ്യമപ്രവർത്തകർക്ക് നിൽക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ അവർ കൈകാര്യം ചെയ്യുന്ന, അവർ കൈമാറുന്ന വിവരങ്ങളാണ് നമ്മൾ പ്രേക്ഷകരിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്.